Okay, morning we are studying about lights. We studied in the previous class, means in the morning class. We get there are objects which all produce light by themselves, like sun, globe, stars, and all. Such objects are called luminous objects, and objects that do not produce light are called non-luminous objects. So I told you to make a chart of the above list. In which in one list you have to write the names of the objects that produce their own light, and in another column, another list you have to write the names of the objects which do not produce light of their own. Okay. Then, when light falls on a non-luminous object, such as book, it gets reflected in different directions. When this reflected light reaches our eyes, we can see the object. See, when light falls on object, when light falls on object, 1 second. Good morning, me. Good morning. Good morning. Yes. Okay, when light falls on one object, suppose if light falls on our book, നമ്മുടെ ബുക്കിലേക്ക് ലൈറ്റ് വീഴുമ്പോൾ, പ്രകാശം വന്ന് വീഴുമ്പോൾ, it spreads, it reflects, അത് റിഫ്ലക്ട് ആകുന്നു. ബുക്കിലേക്ക് പതിച്ചു കഴിയുമ്പോൾ ബുക്കിൽ അത് റിഫ്ലക്ട് ആകുന്നു. അപ്പോഴാണ് നമ്മൾ അതിനെ കാണുന്നത്. അതർവൈസ് വി കെ നോട്ട് സീ അറ്റ് ഓൾ. അതുകൊണ്ടാണ് രാത്രിയിലെ ലൈറ്റ് വസ്തുക്കളിൽ വീണ്ടും റിഫ്ലക്ട് ആവുന്നില്ല, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത്. When light falls on non-luminous object, non-luminous object means which does not have light. സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ലാത്ത ഒബ്ജക്ട്സ്, അങ്ങനെയുള്ള ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് വീഴുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യുന്നു. Then we can see it reaches our eyes. We can see the object. During the day, your room is lighted because of reflection of sunlight by the several non-luminous objects around you. Okay, during the day, even if the windows are closed, then doors are closed, light comes to our room through the ventilations, or if any holes are there, then those light will fall on the object which is there on the room. Then we can then that object will reflect, then we can see it. എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിലേക്ക് പ്രകാശം വീണ് കഴിഞ്ഞു കഴിയുമ്പോൾ, ലൈറ്റ് വീണ് കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൽ റിഫ്ലക്റ്റഡ് ആവുന്നു. ആ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് നമ്മുടെ കണ്ണുകളിൽ എത്തുമ്പോഴാണ് നമുക്ക് ആ സാധനത്തെ കാണാൻ പറ്റുന്നത്. ഇനി ഈ റിഫ്ലക്ട് നമ്മുടെ റൂമിലൊക്കെ എല്ലാം ജനലൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിലും വെന്റിലേഷനും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അതിലൂടെ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ലൈറ്റ് നമ്മുടെ റൂമിന്റെ ഉള്ളിൽ കയറും. അപ്പൊ അത് റൂമിലുള്ള വസ്തുവിൽ തട്ടുമ്പോൾ അത് റിഫ്ലക്റ്റഡ് ആകും, പ്രതിഫലിക്കും. അപ്പൊ റിഫ്ലക്റ്റഡ് ആവുമ്പോൾ നമ്മുടെ കണ്ണിൽ അത് കാണും. അപ്പൊ നമുക്കത് കാണാൻ പറ്റും. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നോൺ ലൂമിനിയസ് ഒബ്ജക്റ്റ്, ഹിയർ ഇറ്റ് ഈസ് എ ബുക്ക്. അപ്പൊ ഈ ലൈറ്റിൽ ഇവിടെ ഒരു ബൾബ് ഉണ്ട്. ബൾബിൽ നിന്നുള്ള ലൈറ്റ് ആ ബുക്കിൽ തട്ടുന്നു. അപ്പൊ അത് റിഫ്ലക്ട് ചെയ്യുന്നു, പ്രതിഫലിക്കുന്നു. then we can see it, നമുക്ക് കാണാൻ പറ്റും. And actually does moon is a luminous object or non-luminous object? അതായത് മൂണിന് സ്വന്തമായിട്ട് പ്രകാശമുണ്ടോ ഇല്ലയോ? Does moon have its own light or doesn't have or not? No, does not have. No. Moon does not have any light of its own. But from at night we can see the moon, isn't it? Okay. Sometimes we don't know that when there is a full moon day, we feel like a daytime at night also. അതായത് പൗർണമി, നിലാവുള്ള ദിവസം എന്ന് നമ്മൾ പറയുന്ന വെളുത്തവാവ് ദിവസം, നമുക്കറിയാം പകല് പോലെ ഇല്ലെങ്കിൽ പോലും ഏകദേശം നമുക്ക് ഒരുവിധ എല്ലാ വസ്തുക്കളെയും കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മൂണിൽ നിന്നുള്ള ലൈറ്റ് കിട്ടും, അല്ലെ? But we are telling that moon does not have any light. Then how it is? പിന്നെ എങ്ങനെയാണ്? മൂണിന് സ്വന്തം വെളിച്ചം ഇല്ലെന്ന് പറയുന്നു. പിന്നെ ആരവിടെ കൊണ്ട് രാത്രിയിൽ ആരെങ്കിലും കൊണ്ടുപോയിട്ട് മറ്റേ എന്താ തിരിവെല്ലാം കത്തിച്ചു നോക്കുന്നുണ്ടോ ചന്ദ്രനില? പിന്നെ എങ്ങനെയാ? മൂന്ന് സണ്ണിന്റെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന. Yes, the moon gets the light from the sun
and it is a when it reflects, we can see the moon and ആ ലൈറ്റ് ആണ് സണ്ണിൽ നിന്നുള്ള ലൈറ്റ്. ഒരു മിനിറ്റ്. സണ്ണിൽ നിന്നുള്ള ലൈറ്റ് മൂണിലേക്ക് വീണിട്ട് മൂണിൽ അത് റിഫ്ലക്ട് ആകുന്നു. റിഫ്ലക്ട് ആകുമ്പോൾ നമുക്കത് കിട്ടും. പക്ഷെ ഡ്യൂറിങ് ദ ഡേ ആക്ച്വലി night and day moon is there, but we cannot see the moon during the day. Why? Sorry, മൂണിനെ നമുക്ക് ശരിക്കും പകല് നല്ല ഇതായില്ല കാണാൻ പറ്റത്തില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ? വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു 4 മണി 5 മണി ആകുമ്പോൾ ചില സമയത്ത് മാത്രം, ചില ദിവസങ്ങളിൽ മാത്രം മൂണിനെ നമുക്ക് സ്കൈയിൽ കാണാൻ പറ്റും. ബട്ട് സ്റ്റാർസ്, വാട്ട് അബൌട്ട് ദ സ്റ്റാർസ്? Can we see the stars during the day? No. Do you think that like a sunset, like a sunset, star also sets, and that you cannot see? And then why can't we see the stars during the day? Are they going to sleep during the day? No. Then പ്രകാശമായതുകൊണ്ട് പിന്നെ നക്ഷത്രങ്ങളെ കാണാൻ പറ്റാത്തത്. Yes, star is there. Star does not go anywhere. Star's light is there, but during the day we know that the star is very, very far from us. We studied morning class. We studied that even though the light can travel very, very, very fastly, sometimes the stars even after millions of years ago, after. So millions of years after only we are seeing the stars of light, light of the stars. So that means that much far only, isn't it? But during the day, the sun is very close to us. So during the day we get the sunlight, and we cannot see the little star which are far from us during the day. ഡേ ടൈമിൽ വളരെ ദൂരെയുള്ള സ്റ്റാറിനെ നമുക്ക് കാണാൻ പറ്റാത്തതാണ്. ബിക്കോസ് സൺലൈറ്റ് ഈസ് ദെയർ. സണ്ണിന്റെ ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാതെ വരുന്നതാണ്. അതുകൊണ്ട് എന്താ, നൈറ്റ് നമ്മൾക്ക് ഇരുട്ടായതുകൊണ്ട് നമുക്ക് ദൂരെയുള്ള സ്റ്റാറിനെ കാണാം. ഞാൻ പറഞ്ഞതുപോലെ രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ നൈറ്റ് വൈൽ ട്രാവലിംഗ് വി ക്യാൻ സീ. നമ്മള് രാത്രിയിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലൈറ്റുകൾ കാണാൻ പറ്റും. ദൂരെയുള്ള വീടുകളിൽ എന്നുള്ള വെളിച്ചമൊക്കെ ഒരു ബൾബേ ഉള്ളാകും. പക്ഷെ ദൂരെയാണെങ്കിൽ പോലും ദൂരെയുള്ള ലൈറ്റുകളാണെങ്കിൽ പോലും നമുക്ക് കാണാൻ പകൽ സമയത്ത് നമ്മുടെ വീട്ടിലൊരു ലൈറ്റ് ഓൺ ആക്കിയിട്ട് നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല. പക്ഷെ സന്ധിക്കാണെങ്കിലോ നമുക്കറിയാം. സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയാം. രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുകയാണ്. നൈറ്റ് യു ആർ വെൻ ടു ബെഡ്, ബട്ട് യു ഫോർഗോട്ട് ടു ഓഫ് ദ ലൈറ്റ് വിച്ച് ഈസ് ഔട്ട്സൈഡ്, which is in the courtyard. You have off all the light inside the rooms, and then you went to sleep. But if you forgot to switch off the light which is outside, when you go to bed itself, you can understand that the light is not at off, because very easily you can see the light that is spread outside, because the outside of the other part of the outside fully it is dark. So when the light is on, we can easily identify. But during the day, if you have forgotten to switch off the light, you cannot notify that. എന്ന് പറഞ്ഞാല് നിങ്ങൾ രാത്രിയിലെ റൂമിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് കിടക്കാൻ പോയെങ്കിലും മുറ്റത്തെ ഒരു ലൈറ്റ് ഓഫ് ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ വിട്ടുപോയെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു ലൈറ്റ് എവിടെയോ ഓൺ ആയി കിടപ്പുണ്ട്, വെളിച്ചമുണ്ട്. അതുകൊണ്ട് എണീറ്റ് പോയിട്ട് ബാക്കി എവിടെയാന്ന് വെച്ചാൽ നോക്കി തപ്പി കണ്ടുപിടിച്ച് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യും. പക്ഷെ അതേ ലൈറ്റ് തന്നെ ഡ്യൂറിങ് ദ ഡേയിൽ നമ്മൾ അറിയാതെ സ്വിച്ച്, മറ്റു വേറെ ഏതെങ്കിലും ഫാനൊക്കെ ഇട്ടപ്പോൾ അറിയാതെ സ്വിച്ച് ഓൺ ആയി പോയി പുറത്തെ ലൈറ്റ് ഓൺ ആയി കിടക്കുകയാണെങ്കിൽ നമ്മൾ അറിയോ അവിടുത്തെ ലൈറ്റ് ഓൺ ആണെന്ന്? ഇല്ല, കാരണം നമുക്ക് പുറത്ത് മുഴുവൻ സൺലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ലൈക്ക് ദ സെയിം വേ സ്റ്റാർസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സ്റ്റാറിന്റെ ലൈറ്റ് അങ്ങനെ തന്നെയുണ്ട്. ബട്ട് ഡ്യൂറിങ് ദ ഡേ വി ആർ ഗെറ്റിംഗ് ദ സൺലൈറ്റ്, സോ വി കനോട്ട് നോട്ടീസ് ദാറ്റ് ഓർ വി കനോട്ട് ഐഡന്റിഫൈ ദാറ്റ് ദ stars are there. But at night there is no sunlight, it is dark, so we easily can find out the stars on the sky. Okay, so moon is like that way. Moon does not have any light, and during the day most of the time we are not seeing, but once in a while we can see the moon. And at night when we get the moonlight, that is during the day when the means
during the day when the sun gets when the moon gets the sunlight, it is reflected. നമുക്കറിയാം മൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഉള്ളതല്ല, ഹോൾ വേൾഡിലുണ്ട് അല്ലെ. അപ്പം നമുക്കിവിടെ ഇരുട്ടാകുമ്പോൾ മൂണിൽ റിഫ്ലക്ട് ചെയ്ത ലൈറ്റിനെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അതാണ് നമുക്ക് പൗർണമി ദിവസം അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേയിലൊക്കെ നല്ല പകൽ പോലെ വെളിച്ചം, അത്ര ക്ലിയർ ഇല്ലെങ്കിൽ പോലും, പകൽ പോലെ അത്ര ക്ലിയർ ഇല്ലെങ്കിൽ പോലും, എനിവേ വി ക്യാൻ ഈസിലി വാക്ക് ആൻഡ് ഓൾ ഔട്ട്സൈഡ് അല്ലെ. നിലാവുള്ള ദിവസം നമുക്ക് ഈസി ആയിട്ട് നടക്കാനൊക്കെ പറ്റില്ല പുറത്തൂടെ, പേടിയില്ലെങ്കിൽ. പേടിയായിട്ട് പെരക്കാത്ത വരുന്നേ. ഓക്കെ, so from moon, okay, moon is also a non-luminous object. It shines because it reflects the light of the sun to us. From the moon, astronauts see the earth as a big ball shining because of the sunlight reflects. Both the moon and the earth shine in borrowed light. Okay, so we studied that we get the light from the sun only, but earth also does not have its own. Earth is a planet, but earth also does not have its own light. എർത്തിന് പോലും സ്വന്തമായിട്ട് ലൈറ്റ് ഉണ്ടോ? ഇല്ല. ലൈക്ക് മൂണിനെ പോലെ തന്നെയാണ്. But when we look the astronauts, those who went to the moon, when we look the moon, when we look the moon, when we look at the earth from the moon, it looks like a ball. എന്ന് പറഞ്ഞാല് നമ്മുടെ ആസ്ട്രോണറ്റ്സ് മൂണിൽ ചെന്നിട്ട് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഭൂമി ഒരു ബോൾ പോലെയാണ് തോന്നിയത്. അതായത് ഇറ്റ് ഈസ് ഷൈനിങ്. പക്ഷെ അതിനെന്താണ്, സണ്ണിൽ നിന്ന് ലഭിച്ച ലൈറ്റ് കൊണ്ട് മാത്രമാണ് ഷൈൻ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് സ്വന്തം, നമ്മുടെ ഭൂമിക്ക് സ്വന്തമായിട്ട്, എർത്തിന് സ്വന്തമായിട്ട് പിന്നെ ലൈറ്റ് ഉണ്ടോ? ഇല്ല. മൂണിനെ പോലെ തന്നെയാണ്. ജസ്റ്റസ് എവിടെയാ ഇടയ്ക്കൊന്ന് മുങ്ങിയ? വീഡിയോ ഓഫ് ആക്കണ്ട, നീ വീഡിയോ ഓഫ് ആക്കാൻ മറന്നുപോയി. ഇപ്പം വന്നിട്ട് ഓൺ ആക്കി, നീ ഇപ്പം വന്നിട്ട് ഓഫ് ആക്കി വെക്കണ്ട. ജസ്റ്റസ് please on your video, please. ജസ്റ്റസ് വീഡിയോ ഓഫ് ആക്കാതെ എഴുന്നേറ്റ് പോയി. തിരിച്ചു വന്നപ്പം അവന്റെ വിചാരം ഓഫാന്ന് കരുതിയിട്ടാണ് ഇപ്പം ഓണാക്കുവാന്ന് കരുതിയിട്ടാണ് ഇപ്പൊ ഓഫാക്കി വെച്ചേക്കുന്നത്. ശരി ശരി ശാല, ഇല്ല, അടുത്ത ഇതിലേക്ക് കയറിയിട്ടുണ്ട് ജസ്റ്റസ്. അവന്റെ നെറ്റ് പോയെന്ന് തോന്നുന്നു. എനിവേ, ഓക്കെ. സോ നമ്മള് മൂണിൽ നിന്നും നമ്മളെ എർത്തിനെ നോക്കുമ്പോൾ ഒരു ബോൾ പോലെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അതല്ലേ? ഇൻ സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ് യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് ദാറ്റ്. ഇഫ് യു ലുക്ക് അറ്റ് ദി എർത്ത് ഫ്രം ദ മൂൺ, വി ഫീൽ ലൈക്ക് എ ball, and astronomers see the earth as a big ball shining. It is shining because the sun's light reflects on the earth. അപ്പം നമ്മൾ മൂണിനും കിട്ടുന്നത് പോലെ തന്നെ നമ്മുടെ എർത്തിനും അങ്ങനെ സണ്ണിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ് ആണ്. ഓക്കെ, both the moon and the earth shine in borrowed light. What is the meaning of borrowed light? Borrow means what? What is the meaning of borrow? കടം കിട്ടുക, കടം മേടിക്കുക അല്ലെ? അപ്പൊ സണ്ണിൽ നിന്നും കടം മേടിക്കുന്ന ലൈറ്റ് കൊണ്ടാണ് നമ്മുടെ ഈ എർത്തും മൂണും ഒക്കെ ജീവിച്ചു പോകുന്നത്. ഇല്ലെങ്കിലോ we could not see at all. Okay, next, light travels in a straight line. This is another point. Light travels only in straight line. Straight ആയിട്ടുള്ള വളഞ്ഞു തിരിഞ്ഞോ വളഞ്ഞ വഴികളിലൂടെ ഒന്നും നമ്മുടെ ലൈറ്റ് പോകൂല. നേരെ വാ നേരെ പോ, അതാണ് നമ്മുടെ ലൈറ്റിന്റെ ഒരു പ്രത്യേകത. സോ ലൈറ്റ് വിൽ ട്രാവൽ ഓൺലി ഇൻ സ്ട്രേറ്റ് ലൈൻസ്. ഇപ്പൊ നമ്മൾ സപ്പോസ് ഇഫ് യു ആർ ട്രാവലിംഗ് ഫ്രം പാടിച്ചാൽ ടു പയ്യന്നൂര് ബൈ ബസ് ഓർ ലോറി ഓർ കാർ ഓർ വാട്ട് എവർ മേ ബി ഓൺ യുവർ സൈക്കിൾ ഓർ എന്തെങ്കിലും ഒരു വെഹിക്കിൾ നിങ്ങൾ നടന്നാണെങ്കിലും സാരമില്ല, പയ്യന്നൂർ പോവുക. ഇഫ് യു ട്രാവൽ സ്ട്രെയിറ്റ്ലി, വാട്ട് വിൽ ഹാപ്പൻ? Only on straight line, if you walk, what will happen? You may fall down, isn't it? There will be some hills, some what is that? Ditches, some other whatever, any other vehicle, any tree or anything, something and all will be there on the way, isn't it? So you have to take turns, curvings and all. Then only you can go. നമുക്കറിയാം ബസ് ഒക്കെ പോകുമ്പോൾ ലോറി ഒക്കെ പോകുമ്പോൾ അറിയാം സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് ഉള്ളത്.
കുറെ സ്ട്രേറ്റ് ലൈനിലും പിന്നെ ഒരു കർവ് വരും, വളവ് വരും, തിരിവ് വരും, പിന്നെ ഒരു ഇറക്കം വരും, പിന്നെ ഒരു കയറ്റം വരും, അല്ലേ? അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ ലൈറ്റിന്റെ പ്രത്യേകത എന്നല്ല, ലൈറ്റ് വിൽ ട്രാവൽ ഓൺലി ഇൻ സ്ട്രേറ്റ് ലൈൻ. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്നൊരു അവരെന്ത് ചെയ്യും? തങ്ങി അവിടെ നിൽക്കും. ഇപ്പൊ സപ്പോസ് നമുക്കറിയാം, നമ്മളൊരു ബിൽഡിങ്ങിൽ കയറി, അവള് 4 വഴിക്കും വഴിയുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിലെ പോകുന്നത്, നമ്മൾ പകുതി വന്നിട്ട് ടേൺ എടുക്കും, അല്ലെ? പിന്നെ അപ്പുറത്തെ വേറൊരു ടേൺ എടുത്ത് നമ്മൾ പോകണ്ട, അങ്ങനെ നമ്മൾ പോകും പോകേണ്ട അടുത്ത്. പക്ഷെ ഇവിടെ ലൈറ്റ് വിൽ നോട്ട് ട്രാവൽ ലൈക്ക് ദാറ്റ്. ലൈറ്റ് വിൽ ട്രാവൽ ഓൺലി ഇൻ സ്ട്രേറ്റ് വേ. So this is an experiment to show that light will travel only on straight line. Here 2 cardboards are there, 2 or 3 you can take then make a hole in between. See, ഇവിടെ 2 എടുത്തിട്ട് 2 കാർഡ്ബോർഡ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അതിൽ 2 ഹോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പറ ഒരു സ്ക്രീൻ പോലെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. Then what it is doing is they are lighting the torch. ഈ ടോർച്ച് ഇവിടെ ലൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ടോർച്ചിൽ നിന്നുള്ള ലൈറ്റ് പ്രകാശം ഈ ഹോളിൽ കൂടെ കടന്ന് സ്ട്രെയിറ്റ് നേരെ, ഈ 2 holes should be in straight line. If it is one here, the hole is here and this one is here, means it will not go. അപ്പൊ 2 ലൈറ്റ് അല്ല 2 ഹോൾസ് സ്ട്രെയിറ്റ് ലൈനിലൂടെ ആയതുകൊണ്ട് ഈ ലൈറ്റ് അടിച്ചു കഴിയുമ്പോൾ ഇത് ഈ ടോർച്ചിന്റെ വെളിച്ചം ഇതിലേക്കൂടെ പോയി ഇതിലേ പോയി ഇവിടെ വന്ന് it will reflect on the screen. Okay. ഇവിടെ നിറച്ച ലൈറ്റിന്റെ വെട്ടം ഈ ഹോളിൽ കൂടെ വന്ന് ദാ ഇവിടെ. See here, can you see this? Okay. See now in second one, they have just lifted this cardboard and the hole is not there. Hole is little top. So what happens? അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇത് പൊക്കിയപ്പോൾ ലൈറ്റ് ഇവിടെ തട്ടി നിൽക്കുകയാണ്, ഇപ്പുറത്തോട്ട് കിടക്കാൻ വഴിയില്ല. ഇവിടെ താത്തുമ്പോൾ ഇപ്പുറത്ത് വരുന്നുണ്ട്, കണ്ടോ? എന്തോ ഇത്? how to make it. Correct അളവ് ആയിരിക്കണം. बस पहुंचने वाले हॉस्पिटल, 5 minutes more. प्लीज जल्दी. Never try to attempt an experiment without an adult supervision. We often read in textbooks that light travels in a straight line. Do you believe that? One second. ഇത് കണ്ടോ ഈ ലൈറ്റ് ഇങ്ങോട്ട് വരുന്നത്? ഇപ്പൊ ഇവിടെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ we can easily see that. Dust particles are there. If there is we can see. Have you ever observed the beam of light entering inside a dark room through a tiny hole in the window? What do you see? Do you see light traveling in a straight line? Hello friends. Today we will perform a very simple experiment to prove that light indeed travels in a straight line. All that you would need to start the experiment are 3 old CDs. So the CD should be old because during the experiment they might get scratched. Thread, a candle and 6 clips. These clips we normally use to dry clothes. So first of all we will have to make a stand for these CDs. So for that we will make use of these clips. So hold the CD upright and then fix the clip. Please make sure that the CD remains upright, that is it should be perpendicular to the plane of the table. So this is ready. In a similar way we will do it for the other 2 CDs. So now all the 3 CD stands are ready. So what we want to do now is we want to align these 3 in a straight line. We have to align them in such a way that the holes of the 3 CDs lie in a straight line. So how do we ensure that they are in a straight line? So for
ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? Easily you can do it at home. 3 CDs already holes are there. 3 CDs have holes and take 6 clips that are used to dry our clothes during rainy season and all, isn't it? When there is a breeze and all, you may be having clips at home, isn't it? Okay, then you can make as it CD stand. അതായത് CD ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി ഒരു സപ്പോർട്ട് വേണം. അതിനാണ് ഈ ക്ലിപ്പ് എടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ചിത്രത്തിൽ നമ്മുടെ വീഡിയോയിൽ കാണിച്ചതുപോലെ you just keep the CDs like that way. Then what happens? It should be straight. One should be here and another should be there, not like that way. It should be in straight line. Appa holes straight line laayittu varum. Next what happens? See, For that purpose, we will use a thread. So we take this thread and we tie it straight on the table. So you can make use of sellotape to fix it at both ends. So you see, now you have a straight line. So now we'll place the CDs one after another. So now when you place them on the thread, then you know that they are exactly in straight line. Now you take the candle and place it എന്തിനാ ഇങ്ങനെ വെക്കാൻ പറഞ്ഞത്? To make sure that it is in a straight line. Okay. at one end. Again, place the candle also on the thread. So now make sure that the tip of the candle and the holes of the CDs, all of these lie in a straight line. So for that, you will have to ensure that the height of the candle and the height of the hole of each of the CDs, they are the same. Now try to observe the flame of the candle from the other side. ഇനി നമ്മളോട് പറഞ്ഞ take one candle and light it, and we should be sure that the height of the candle, means a lighted candle, should be near this hole of the CD. If the candle is big one, no use. If the candle is too small, it is not use. The height from this hole to the CD's low level should be the same of the height of the candle. മനസ്സിലായോ? അതായത് CD വലുതാണേലും കാര്യമില്ല, സ്മോൾ വൺ ആണേലും കാര്യമില്ല. ആ CD കത്തിച്ച് വെക്കുമ്പോൾ കറക്റ്റ് ഹോളിന്റെ എവിടെ ആയിരിക്കണം വെളിച്ചം എത്തേണ്ടത്, എന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ. So your line of sight should be same as this line, the holes on the CDs, and you are able to see the flame right now. Yes? Okay. Now, why do you see this flame? That's because light travels through these holes and reaches your eye. Now let's see what happens if we displace the middle CD slightly. The moment we displace it a bit, what happens? Are you still able to see the flame? No. Why did that happen? That's because the light came here and it got blocked here. Because we have displaced the CD, the hole is not there. So the light is not able to come any further and you are not able to see it. Now, had light the ability to take curved turns, in that case light could have actually taken this turn and then it could have come through this hole and you could have seen it. But since light travels in a straight line, therefore we did not see the flame. So this experiment very clearly proves that light always travels in a straight line. Few important മനസ്സിലായോ? അതായത് ആ ക്യാൻഡിലിന്റെ വെളിച്ചം ഇപ്പൊ ഇവിടെ അപ്പുറത്തിരിക്കുന്ന ക്യാൻഡിലിന്റെ വെളിച്ചം ഇത് സിൻസ് ദിസ് ഈസ് ഇൻ ദി സ്ട്രേറ്റ് ലൈൻ വി ക്യാൻ സീ. ബട്ട് വെൻ ഷീ റിമൂവ്സ് ദ സെക്കൻഡ് വൺ, മിഡിൽ വൺ, വാട്ട് ഹാപ്പൻസ്? We cannot see because the light from the candle has passed the first CD, but it was blocked on the blocked by the second CD. ആ കറക്റ്റ് ആയിട്ട് ലൈറ്റ് വരുന്ന സ്ഥലത്തല്ല സെക്കൻഡ് സീഡിയുടെ ഹോൾ ഉള്ളത്, കുറച്ചിങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി അതിന്റെ ആ ബാക്കി ഭാഗത്ത്, ഹോൾ ഇല്ലാത്ത ഭാഗത്ത് എവിടെയോ തട്ടിയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ലൈറ്റ്, ഇപ്പുറത്തോട്ട് പാസ് ചെയ്യുന്നില്ല. അതാണ്. So this experiment proves that the light passes in through the straight line. Here examples have been given. When you shine a torch in the dark, light appears to go straight to outwards. The light from the cinema projector also, projector also appears to take a straight path to the screen. These observations show that light travels in straight lines. Let us see if this is true. ഇവിടെ experiment same ആണ്. ഫസ്റ്റ് വണ്ണിൽ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ഒരു ട്യൂബും കൂടി ഇടുക. ആ ട്യൂബിൽ കൂടെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും.
എന്നിട്ട് ആ ട്യൂബ് നമ്മൾ സ്ട്രൈറ്റ് ഒരു if you have a lit a candle and you can just no need even if you don't have a tube, so you can just roll the paper and you can see the light like this way if you look. Then if you just bend the part of the paper that you have used as a pipe, you cannot see the light. Then what happens? Because it will not come to the curved line, the straight line has been cut off, then the light cannot pass it, so we cannot see the light. Did you understand? നമ്മളൊരു പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തിട്ട് അപ്പുറത്തെ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ലൈറ്റ് കാണാൻ പറ്റും. പക്ഷെ ആ പേപ്പർ നമ്മളൊന്ന് ബെൻഡ് ചെയ്ത് ഒന്ന് വളച്ചേ കുറച്ച് അല്ലെങ്കിൽ ഒന്ന് ചെരിച്ച് അപ്പം പിന്നെ നമുക്ക് ലൈറ്റ് കാണാൻ പറ്റത്തില്ല. കാരണം ലൈറ്റ് ഓൾവേസ് വിൽ ട്രാവൽസ് ഓൺലി ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ ട്യൂബിൽ നേരെ പോയപ്പോൾ നമുക്ക് ലൈറ്റ് കാണാൻ പറ്റി. സെക്കൻഡ് പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ലാക്കോർവ് വന്നപ്പോൾ ബെൻഡ് വന്നെടുത്ത് വെച്ച് ബ്ലോക്ക് ആയിരിക്കാണ്. Light cannot bend along with the tube like water flowing through the tube can. നിങ്ങളുടെ വീട്ടിലെ പൈപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. Water will flow in a straight pipe line. But if the pipe has got any bend, what will happen? The water will be blocked there and will not get water. നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഗാർഡനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പൈപ്പിലൂടെ വെള്ളം വരുത്താറുണ്ട്, ചെടിക്ക് നനയ്ക്കാനും പച്ചക്കറികൾ കൊടുക്കാനൊക്കെ. ഈ പൈപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വലിക്കുന്ന സമയത്ത് പൈപ്പ് എവിടെയെങ്കിലും തട്ടി ഒന്ന് മടങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം വരുമോ? ഇല്ല, അത് ബ്ലോക്ക്ഡ് ആയിട്ട് അവിടെ നിൽക്കുകയുള്ളൂ അല്ലെ. പിന്നെ നമ്മൾ പോയിട്ട് അതിന്റെ മടക്ക് നിവൃത്തി വിട്ടുന്നാൽ മാത്രമേ പൈപ്പിൽ കൂടെ വെള്ളം വരികയുള്ളൂ. ലൈക്ക് ദ സെയിം വേ ദിസ് മെത്തേഡ് ഓൾസോ ഹിയർ. In laboratory you can see you can perform a more accurate experiment to show that the light travels in straight lines. നമ്മൾ കണ്ട എക്സ്പെരിമെന്റ് തന്നെയാണ് മേളിൽ തന്നിരിക്കുന്നത്. You will find that the flame can only be seen when the holes are exactly in the straight line. If you disturb one of the cardboards, you will no longer be able to see the candle flame. So if the ഈ നമ്മൾ രണ്ടാമത്തെ CD വലിച്ചപ്പം പിന്നെ നമുക്ക് കാണാൻ പറ്റാതെ വന്നു അല്ലെ. കുറച്ച് നീക്കിയപ്പോഴത്തേക്കും പിന്നെ അതിന്റെ ഭിത്തി തട്ടി അല്ലെങ്കിൽ അതിന്റെ വേൾ തട്ടി അവിടെ ബ്ലോക്ക് ആയി നിൽക്കുകയാണ്. So we cannot see. So this property of light is traveling in straight line is called a rectilinear propagation of light. So the light travels only in straight line, and the property of light traveling in straight line is called a rectilinear propagation of light. അതായത് ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ കൂടി മാത്രമേ സഞ്ചരിക്കുള്ളൂ. അങ്ങനെ ആ സഞ്ചരിക്കുന്ന ആ സ്വഭാവത്തെ എന്താന്ന് പറയുന്നത് rectilinear propagation of light. Here one activity is given. Experimental investigation. Take 3 rectangular pieces of cardboard. ഇപ്പൊ നമ്മൾ കണ്ടു തന്നെ, അതിന് പ്രത്യേകിച്ച് പറയൊന്നും വേണ്ടല്ലോ അല്ലെ. കണ്ടില്ലേ? Take 3 cardboards, make a hole exactly in the same place of 3 cards also, and keep it place it in a straight line. Then light a candle or torch, and then we can see the reflected light or it will pass to the other side because it travels through these holes. But if you change the position of one cardboard, we cannot see the light this side because അവിടെ ഒരു ബ്ലോക്ക് വന്നു, അതുകൊണ്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റാതെ വരും. Rays and beams. A very narrow path of light represented by line with an arrowhead showing the direction in which it is traveling is called a ray of light. Ray means what? Rashmi ennu parayum. Ray. ഇനി a very narrow path of light represented by a line with an arrowhead showing the direction in which it is traveling is called a ray of light. അതായത് റേ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാല് നമ്മളുടെ ഇവിടെ ചിത്രത്തിൽ നോക്കിയ ഒരു ചെറിയ ഇതാണ്, ഒരു വെരി നാരോ മീൻസ് വാട്ട്? വെരി തിൻ നാരോ പാത്ത് ഓഫ് ലൈറ്റ് റെപ്രസെന്റഡ് ബൈ ലൈൻ. ഒരു ലൈനിനെ റെപ്രസെന്റ് ചെയ്ത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഷോയിങ് ആണ്. അതായത് മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് കാണിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡയറക്ഷൻ ഇൻ വിച്ച് ദ ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഈസ് കോൾഡ് റേ. കിരണങ്ങൾ അല്ലെങ്കിൽ പ്രകാശകിരണങ്ങൾ, പ്രകാശരശ്മികൾ എന്നൊക്കെ പറയുന്നത്. A beam of light is broader and consists of several rays. ഞാൻ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്.
Light ray and beam. A ray of light is an hypothetical phenomena which is used to theoretically demonstrate the rectilinear propagation of light. A ray of light Okay. കണ്ടോ ആരാമാർക്ക് ഇത് പോകുന്ന ഡയറക്ഷൻ is denoted by a straight line followed by an arrow. Beam of light. Collection of light rays is called as the beam of light. Basically, beams can be of three types. Parallel beam of light, in which all the rays of light are parallel to each other. പാരലൽ ബീം ഓഫ് ലൈറ്റ് മീൻസ് സ്ട്രെയിറ്റ് ആയിട്ട് കുറെ എണ്ണം പോകുന്നത് കുറെ ആരോസ് റേസ്. Divergent beam of light. When light rays originate from a source. നെക്സ്റ്റ് വൺ ഈസ് ഒരു സ്ഥലത്തു നിന്നും ഡിഫറെന്റ് വേസിലേക്ക് പോകുന്നത് പല സ്ഥലത്തേക്ക് പോകുന്നു. അതിന് സ്റ്റാർട്ടിങ് ഇവിടെ എല്ലാം ഒന്ന് തന്നെയായിരിക്കും. ഇവിടെ ഇതിന്റെ എല്ലാം വ്യത്യസ്തമാണ്. ഓക്കെ. And get scattered in all the directions. Convergent beam of light. When light rays coming from different directions and are meeting at a point. ഓക്കെ. ഫസ്റ്റ് വണ്ണിൽ നമ്മുടെ ഇതിൽ നോക്കിയാൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത്. നെക്സ്റ്റ് വണ്ണിൽ ഒരേ പോയിന്റിൽ നിന്നും ഡിഫറെന്റ് പ്ലേസിലേക്ക് സ്കാറ്റേർഡ് ആയിട്ട് പോകുന്നത്. A beam of light is broader and consists of several rays. The rays can be parallel to each other. If a very small source of light is used, the rays will go outwards. Rays means a very narrow path of light represented by a line with the arrowhead forwarded, showing direction forwarded. ഒരെണ്ണം ഡൗൺ അത് ഫോർവേഡ് ഇങ്ങനെ നേരെ പോകുന്നത്. നെക്സ്റ്റ് വണ് എന്ന് പറയുന്നത് ബീം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാകും. മേ ബി അത് പാരലൽ ആയിരിക്കും എന്ന് വെച്ചാൽ അതിന്റെ പോയിന്റ് ഒരേ സ്ഥലത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷെ ഡിഫറെന്റ് പ്ലേസിലേക്ക് സ്കാറ്റേർഡ് ആയി പോകുന്നതാണ്. ബീം ഓഫ് ലൈറ്റ് ഫ്രം എ സ്മോൾ സോഴ്സ് ഓഫ് ലൈറ്റ്. In the laboratory, a beam of light is normally produced by using light box. അപ്പം ആദ്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും നല്ലത് അല്ലേ? ഇനി ഒരു ക്ലാസ് കൂടി അല്ലേ? We will continue in that class. Okay. Bye. ഈ ക്ലാസ്സിലെ മിസ്സേ ഈവനിങ് ഒരു ക്ലാസ് കൂടി ഇല്ലേ? ഇല്ല. 4 to 4. മാത്സിന്റെ ക്ലാസ്സാ. ഇപ്പോഴല്ല മോനെ. 1 second. ഇന്ന് ട്യൂസ്ഡേ അല്ലേ മോനെ? ഓ സോറി. ഇന്ന് മിസ്സിന്റെ ക്ലാസ് ഇല്ല. ഇല്ല. ഓക്കെ. 7th ലാസ്റ്റ് ക്ലാസ്. ശരി. ഓക്കെ.